ഞാൻ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്ന് പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ബാക്കി കളിക്കാരും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി മാത്രം കളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് പറയാൻ കാര്യമുണ്ട്. അപ്പോൾ സഞ്ജു ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വരികയാണ്. ഇന്നലെ യഥാർത്ഥത്തിൽ 15 റൺസ് സഞ്ജു നേടിക്കഴിഞ്ഞപ്പോൾ ഒരു ലൈഫ് കിട്ടി എന്നുള്ളത് സത്യമാണ്. ഹാരി ബ്രൂക്ക് ഒരു ക്യാച്ച്, യഥാർത്ഥത്തിൽ ഒരു ഈസി ക്യാച്ച് ആവേണ്ടതാണ്, അത് കാഷ്വലായിട്ട് അത് അങ്ങ് വിട്ടുപോയി ആ ക്യാച്ച്. അതൊഴിച്ചാൽ സഞ്ജു ത്രെറ്റനിങ് ആയിട്ട് ഒരൊറ്റ ബോൾ പോലും സഞ്ജു അടിച്ചിട്ടില്ല. അതുപോലെ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളി തന്നെയാണ്. ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ക്രിക്കറ്റിലൊക്കെ. പക്ഷേ ഇത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു കളി തന്നെയാണ് സഞ്ജു ഇന്നലെ പുറത്തെടുത്തത്. 89 റൺസാണ് നേടിയത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. 40 ബാളിൽ നിന്ന് 89 റൺസ് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ 211.1 സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ്, ഇരട്ടിയിലധികം. അപ്പോൾ ഇതിനകത്ത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുടെ ഫോമാണ്. വളരെ അതായത് ഒരു സ്ലോ ബാളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിക്കാൻ ആ പയ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കണക്ട് ചെയ്യുന്നില്ല, നന്നായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഉദ്ദേശിച്ച ദൂരത്തിലേക്ക് അടിക്കാൻ പറ്റുന്നില്ല. അതെല്ലാവരും അപ്സ് ആൻഡ് ഡൗൺസ് ക്രിക്കറ്റിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. എന്നാലും ഇത് വളരെ കൂടുതലായിപ്പോയി. ഏതായാലും അതിൻ്റെ കേട് മുഴുവൻ സഞ്ജു നികത്തി എന്നുള്ളതാണ്. ഇഷാൻ കിഷനും അതേപോലെ നല്ല സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ സഞ്ജു അവിഭാജ്യ ഘടകമായിട്ട് മാറി ഇന്ത്യൻ ടീമിൻ്റെ. അത് വലിയ കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. പിന്നെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇന്ത്യക്ക് വേണ്ടി മാത്രം കളിക്കുന്നു എന്ന് പറയാൻ കാര്യം, സഞ്ജു ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ റെക്കോർഡ് നോക്കി കളിക്കാറുണ്ട്, പേഴ്സണൽ സ്റ്റാൻഡ്. നമ്മൾ ക്രിക്കറ്റിലെ വലിയ മഹാരഥന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലായാലും വേൾഡ് ക്രിക്കറ്റിലായാലും ഒരു 90 റൺസ് അങ്ങനെ ആയിപ്പോയാൽ ഉണ്ടല്ലോ, അതായത് 90 ആവണ്ട, ഒരു 85 റൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവര് നമുക്കൊരു ബാധ്യതയാണ്. കാര്യം അവൻ സെഞ്ചുറി അടിക്കുന്നത് വരെ നമ്മൾ സഹിക്കണം. ഇന്നലെ അങ്ങനെ സഹിച്ചിരുന്നെങ്കിലുണ്ടല്ലോ സഞ്ജു, അതായത് സഞ്ജു 89 എടുത്തു, തട്ടിമുട്ടി നിന്ന് എല്ലാം സിംഗിൾ എടുത്താലും സഞ്ജുവിന് സെഞ്ചുറി അടിക്കാം. കാരണം 13.1 ഓവർ ആയപ്പോഴാണ് സഞ്ജു ഔട്ടാവുന്നത്. അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സഞ്ജു അത് മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കളിക്കും. അടിച്ച് ഔട്ടായി എന്നുള്ളതാണ്. ഔട്ടായില്ലായിരുന്നെങ്കിലുണ്ടല്ലോ സഞ്ജു അങ്ങനെ നിന്ന് തട്ടിമുട്ടി ഒരു സെഞ്ചുറി എടുക്കാനായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു അടുപ്പം സഞ്ജുവിനോട് തോന്നത്തില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ഞാൻ കണ്ടേക്കുന്ന എല്ലാ പ്ലേയേഴ്സും വലിയ കളിക്കാരെല്ലാം ചെയ്യുന്ന പണിയാണ് ഞാൻ ഈ പറഞ്ഞത്. 85 വേണ്ട, ഒരു 80 കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ പൊസിഷൻ നോക്കി എങ്ങനെയെങ്കിലും ഒരു സെഞ്ചുറി തയ്ക്കാനായിട്ട് നോക്കും. അത് ഈ ചെറുപ്പക്കാരൻ നോക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം അദ്ദേഹത്തിനോട് ഇഷ്ടം ഉണ്ടാവുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ ഒന്ന് നോക്കിയല്ല കളിക്കുക. അങ്ങനെ സഞ്ജു എല്ലാം നേരത്തെ മുതലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ ഒരു ക്വാളിറ്റിയാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല. രാജ്യത്തിന് വേണ്ടി മാത്രം കളിക്കുന്നു എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ ആ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഞ്ജുവിൻ്റെ പൊസിഷൻ നോക്കിയല്ല കളിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. അങ്ങനെ വേണം കളിക്കാർ, അതാണ് വേണ്ടതും. അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ അടുത്ത് ഒരു പ്രസ് കോൺഫറൻസിൽ ചോദിച്ചു, സഞ്ജുവിനെ കളിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എവിടെ കളിപ്പിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചിരി വരുന്നത്, ആദ്യം നമുക്ക് പറയാൻ തോന്നുന്നത് സൂര്യകുമാറിൻ്റെ സ്ഥാനത്ത് തന്നെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. പക്ഷേ സൂര്യകുമാർ ഉടനെ ഒരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, എവിടെ അഭിഷേക് ശർമ്മയെ മാറ്റി അവിടെ കളിപ്പിക്കാൻ പറ്റുമോ, ഇഷാൻ കിഷൻ്റെ സ്ഥാനത്ത് കളിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കളിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്തും
സൂര്യകുമാർ യാദവിൻ്റെ സ്ഥാനത്തും കളിപ്പിക്കാൻ പറ്റും, ഉറപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊപ്പി ഊരി അഭിവാദ്യം ചെയ്യേണ്ട ഗതികേട് യഥാർത്ഥത്തിൽ സഞ്ജുവിനെ അഭിവാദ്യം ചെയ്യേണ്ട ഗതികേട് സൂര്യകുമാർ യാദവിന് കഴിഞ്ഞ കളിയിലുണ്ടായി, നമ്മൾ കണ്ടതാണ്. ഇന്ത്യയെ സെമി ഫൈനൽ കൊണ്ടെത്തിച്ചത് സഞ്ജുവിൻ്റെ ഒറ്റയാൾ പോരാട്ടം മാത്രമാണ്. അതേപോലെ ഇന്നലത്തെ കളി ഈ രീതിയിൽ ഇത്രയും ഒരു കൂറ്റൻ സ്കോർ വാരിക്കൂട്ടാനായി 253 റൺസ്. യഥാർത്ഥത്തിൽ അത് മാത്രം പോരാ, ചെറിയ പാളിച്ചകളുണ്ട്. അതായത് ഇഷാൻ കിഷൻ ഔട്ടായപ്പോൾ ഇറക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അന്നേരം 15 ഓവറോടെ ആവുന്നുള്ളൂ ഇറക്കേണ്ടത്. 15 ഓവറല്ല, 13.1 ഓവർ അതിന് മുമ്പാണ് ഇറക്കേണ്ടിയിരുന്നത്. ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ ഇറക്കിയിരുന്നെങ്കിൽ 253 എന്നുള്ളത് ഉറപ്പായിട്ട് ഒരു 260 മേളിൽ സ്കോർ കഴിഞ്ഞേനെ. ഇന്നലത്തെ സ്കോർ തന്നെ ഇന്ത്യക്ക് ഏതാണ്ട് അപര്യാപ്തമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം എന്താ, അത് ഇംഗ്ലണ്ട് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഇൻഡെപ്തായിട്ടുള്ള അവർക്ക് അതേപോലുള്ള ബാറ്റേഴ്സ് ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ബത്തൽ എന്ന് പറഞ്ഞ ആ പയ്യൻ കളിച്ച കളി എന്തുമാത്രമാണ്. 45 റൺസിൽ നിന്ന് അയാൾ ഏതാണ്ട് 100 ഏതാണ്ട് 48 റൺസിൽ നിന്ന് 105 റൺസ് എടുത്തുകൊണ്ടാണ് പുറത്താകുന്നത് അയാൾ. അപ്പോൾ അത് അവസാനം വരെ നിൽക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്, നമ്മൾ കാണേണ്ടത്. ബഥനും ബാൻഡനും തമ്മിലുള്ള ആ കൂട്ടുകെട്ടെന്ന് പറയുന്നത് വളരെ വലിയ കൂട്ടുകെട്ടായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. അത് പൊളിക്കാൻ പറ്റിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചുവരവ് കളിയിലേക്കുണ്ടായത്. അല്ലെങ്കിൽ കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വളരെ വലിയ കൺസേൺ ആയിരുന്നു. 253 റൺസ് എന്ന് പറഞ്ഞാൽ അവസാനം ജയിച്ചെത്ര 7 റൺസിനാണ് ജയിക്കുന്നത്. അവർ എന്ന് വെച്ചാൽ ആ സ്കോർ ഈക്വലാക്കാൻ 6 റൺസ് കൂടെ മതി സ്കോർ ഈക്വലാക്കാൻ അവർക്ക്. പക്ഷേ അത് പറ്റത്തില്ല, കാരണം ആ രീതിയിൽ ഒക്കെ 30 റൺസ് വേണം ആയിരുന്നു അവസാനത്തെ ഓവറിൽ. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഓവറിൽ ഇറങ്ങിയ മഹാനെ അത് എന്തിന് അക്ഷർ പട്ടേലിൻ്റെ ഒരു ഓവർ ഉണ്ടായിരുന്നു, എന്തിന് ഇയാളെ പിടിച്ചിറക്കിയെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അയാളെ വാരിയിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അപ്പോൾ അത് 3 സിക്സർ ആ ഓവറിൽ, അയാളുടെ ഓവറിൽ 3 സിക്സർ ആർച്ചർ പോലും എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആർച്ചർ എന്ന് പറയുന്നത് അവരുടെ വലിയ ബൗളറാണ്. ഈ ആർച്ചർ ഒരു വലിയ തലവേദനയായിരുന്നു സഞ്ജുവിന്. ആർച്ചറുടെ തന്നെ 2ാം ഓവറിൽ ഒരു പന്തിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുമാതിരി ഹാരി ബ്രൂക്ക് ഈ ക്യാച്ച് വിട്ടത് സഞ്ജുവിൻ്റെ. അതൊഴിച്ചാൽ സഞ്ജു ഇന്നലെ ആർച്ചറിനെ കളി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം സിക്സറും ബൗണ്ടറികളും 8 ബൗണ്ടറികളും 7 സിക്സറുമാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് ഇന്നലെ മാത്രം. അപ്പോൾ ഇന്നലത്തെ കളിയിൽ അപ്പോൾ അത് റെക്കോർഡുകൾ ഇനി ഒരുപാട് ബ്രേക്ക് ചെയ്യാൻ സഞ്ജുവിൻ്റെ മുമ്പിലുണ്ട്, ബ്രേക്ക് ചെയ്യപ്പെടും. ഏതായാലും ഇന്ത്യ സെമി ഫൈനലിൽ കയറിയതും അതേപോലെ തന്നെ ഇന്ത്യ ഫൈനൽ കയറിയതും സഞ്ജുവിൻ്റെ തോളിലേറി മാത്രമാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് മലയാളികളെന്നുള്ള നിലയ്ക്ക് വലിയ അഭിമാനമാണ്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് പോയ ഇതുപോലുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ത്യക്ക് വേണ്ടി, അതായത് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് വേൾഡ് കപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ആളുകൾ പറയും ഇതെടുത്ത് നമ്മുടെ പട്ടാളക്കാരല്ലേ വലുത്. ഓരോ മേഖലകളിലും നമ്മുടെ രാജ്യം വളരേണ്ടതാണ്. അത് ഡിഫൻസ് മേഖലയിൽ പട്ടാളക്കാർ ശരിയാണ്, അവർ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് സത്യം തന്നെയാണ്. പക്ഷേ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്താൻ, ഇൻ്റർനാഷണൽ തലങ്ങളിൽ ഉയർത്താൻ പട്ടാളക്കാരല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ അത് ഇതേപോലെ സ്പോർട്സ് ആൻഡ് ഗെയിംസിലൂടെ ഒരുപാട് നമുക്ക് ഉയരാം. ഇപ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഈ യശസ്സ് ധാരാളമുണ്ട്. കാരണം അവർ ആ രംഗത്ത് വളരെ വളരെ മുന്നേറി കഴിഞ്ഞവരാണ്. അതേപോലെ ആയിരിക്കണം നമ്മുടെ രാജ്യവും, അതുപോലെ ആവണം. ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കാൻ സഞ്ജു ചെയ്തേക്കുന്ന ചെറിയ കാര്യങ്ങളല്ല, നല്ലതാണ്. ഇനിയുണ്ടല്ലോ ഇനിയും നമ്മൾ അയാൾക്ക് ഒരുപാട് ഭാരം കൊടുക്കാതിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ അഭിമാനമാണ് അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അയാൾ ഇനിയും കൂടുതൽ വലിയ നേട്ടങ്ങൾ കൊയ്യട്ടെ. അടുത്ത കളിയിലായാലും വേൾഡ് കപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 ഗെയിമുകളിൽ, അതായത് ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും പ്ലെയർ ഓഫ് ദ മാച്ച് വേൾഡ് കപ്പിലാവുക എന്ന് പറയുന്നുണ്ടല്ലോ,
സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ്. അതാണ് സഞ്ജുവിന് കിട്ടിയേക്കുന്നത്, കിട്ടണം. കാരണം ഒരു അണ്ടർഡോഗ് എന്നുള്ളതുപോലെ വെറും സൈഡ് ബെഞ്ചിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനിപ്പോൾ ഈ ടീമിൻ്റെ അഭിവാജ്യ ഘടകമായി മാറി നമ്പർ 1 വിക്കറ്റ് കീപ്പറായി തിരികെ എത്തിയിരിക്കുന്നു. അഭിവാദനങ്ങൾ, നന്നായിരിക്കട്ടെ. ഈ കളിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ സഞ്ജു സാംസൺ ആണ് അതിൻ്റെ നട്ടില്ലെങ്കിലും അത് ബാറ്റിങ്ങിൽ ആണ്. ബാറ്റർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല പ്രകടനം സഞ്ജുവിൻ്റെ ആയിരുന്നു. പക്ഷേ അതിലുമൊക്കെ വലിയ പ്രകടനം അതിനകത്തുണ്ടായ ഒരാളുണ്ട്, അത് ഒഴിവാക്കാൻ ഒക്കത്തില്ല നമുക്ക്. അത് ലോകോത്തര ബൗളറായിട്ടുള്ള ബുംറയാണ്. ബുംറയുടെ ആ ബൗളിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ നിർണായകമായിരുന്നു. അത് 17ാം ഓവർ ബുംറ എറിയാൻ വന്നു. അതുവരെ ഞാൻ ഈ ടി വി ഓഫ് ചെയ്തിട്ട് പോയി കിടക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കിടക്കാനല്ല, പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പം നോക്കിയപ്പോൾ ബുംറ എറിയാൻ വന്നു. എന്നാൽ ഈ ഓവറോടെ നോക്കാമെന്ന് പറഞ്ഞു. ബുംറയാണ് ആ കളി തിരിച്ച് ഇന്ത്യയുടെ കോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഹാർദിക്കിൻ്റെ അടുത്ത ഓവർ, അതും ബെസ്റ്റ്, സൂപ്പറായിരുന്നു. പക്ഷേ ഒരു മണ്ടത്തരം നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ കാണിച്ചതെന്ന് പറയുന്നത് ശിവം ദുബയെ ആ ലാസ്റ്റ് ഓവർ ബൗൾ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അത് ധൈര്യമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 30 റൺസ് ഉണ്ട് വേണം. 30 റൺസ് ആ ഒരു ഓവറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആവറേജ് 6 ബാളിൽ 5 റൺസ് വെച്ച് വേണം. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു 4 സിക്സർ വേണം, ബാക്കി 2 ബൗണ്ടറി, അതേ ഒരു ബൗണ്ടറിയും വേണം, പിന്നെ 2 റൺസും വേണം, എന്നാലേ 30 ആവൂ. ആ ഒരു ധൈര്യത്തിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ ശിവം ദുബൈക്കുള്ള ഒരു തകരാറെന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ നോക്കി കളിക്കുന്നവനാണ്. ബാറ്റിങ്ങിലൊക്കെ ആയാലും സൗകര്യമായിട്ട് ഇറക്കി അങ്ങോട്ട് നിർത്തി അയാൾ ബോൾ ഇഷ്ടം പോലെ എടുത്ത് ഒക്കെ കളിച്ച് വന്നതാണ്. അവസാനം അത് എസ്കലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി കുറച്ച് വിജയിച്ചു. പക്ഷേ ആ സമയത്ത് ഹാർദിക്കിനെ കൊണ്ടുവന്നിരുന്നെങ്കിലോ, ഹാർദിക്ക് ആദ്യം മുതൽ അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു മണ്ടത്തരമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ലാസ്റ്റ് ഓവർ 30 റൺസ് ഉണ്ട്. പക്ഷേ 30 റൺസ് ഉണ്ടായിട്ട് പോലും അയാളെ എന്താണെന്നറിയോ, അതിനകത്ത് ആദ്യത്തെ ബോള് യഥാർത്ഥത്തിൽ സിക്സർ അടിച്ചിരുന്നെങ്കിൽ 3 നേരം ഇന്ത്യ കളി തോറ്റനെ. കാരണം ആ 5 ബാളുകളും ആർച്ചർ സിക്സർ അടിക്കും, ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ പോയനെ. എന്തോ ഒരു ഭാഗ്യത്തിന് ആദ്യത്തെ 2 പന്ത് വളരെ ആ രീതിയിൽ അങ്ങ് പോയി കിട്ടി. പിന്നെ ഇയാളെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇയാൾ വൈഡ് എറിയും. അത് മാത്രമല്ല, ഇയാൾ ഒരുപാട് ഫാസ്റ്റ് അല്ല. പക്ഷേ ഫാസ്റ്റ് അല്ലെങ്കിൽ പോലും നോ ബോൾ എറിയും. ഇന്നലെ ഞാൻ വിചാരിച്ചു ഒരു 2 നോ ബോൾ വന്നിരുന്നെങ്കിൽ 2 ഫ്രീ ഹിറ്റാണ് പോകുന്നത്, അതോടുകൂടി കാര്യം തീർന്നു എന്ന് വിചാരിച്ച് ഭയന്നിരിക്കുകയായിരുന്നു. അവിടെ അക്ഷർ പട്ടേലിന് ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അക്ഷർ പട്ടേലിന് ഈ ലാസ്റ്റ് ഓവർ കൊടുക്കാഞ്ഞത്? അക്ഷർ പട്ടേലിന് ഒരു കാരണവശാലും ഈ 30 റൺസ് അടിക്കത്തില്ല, ഒരു സംശയമില്ല. അയാൾ നോ ബോൾ എറിയത്തുമില്ല, വൈഡും എറിയത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല സേഫ് ബൗളർ എന്ന് പറയുന്നത് അക്ഷർ പട്ടേലായിരുന്നു. പക്ഷേ ശിവം ദുബെ എന്തിനു കൊണ്ടുവന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ധൈര്യമായിട്ട് കൊണ്ടുവന്നു. 30 റൺസ് വേണ്ടതുകൊണ്ട് കൊണ്ടുവന്നായിരിക്കും. എന്തോ ആവട്ടെ, ഏതായാലും ഇന്ത്യ കളി ജയിച്ചു, വലിയ കാര്യമാണ്. അതൊരു വലിയ വിജയം തന്നെ ആയിരുന്നു. അതിലെ ബുംറയുടെ കഴിവുണ്ടല്ലോ, അതാണ് മെയിനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ബൗളർ. അത് സഞ്ജു സാംസൺ അവസാനം സഞ്ജു സാംസൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ബുംറയാണ് എന്ന് പറഞ്ഞു. വേൾഡ് ക്ലാസ് ബൗളറായിട്ടുള്ള ബുംറ കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. സത്യമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യ തോറ്റുപോകും. കാരണം ഈ സ്കോർ മറികടന്ന് പോയാനവർ, ബുംറ ഇല്ലായിരുന്നെങ്കിൽ. അത് ബുംറയുടെ അത് ഒരു കാരണവശാലും കുറച്ചാണ് നോക്കത്തില്ല. സഞ്ജു സാംസൺ എങ്ങനെ ബാറ്റ് ചെയ്തോ അതിന് ഈക്വലായിട്ട് ബുംറ ബൗൾ ചെയ്തു. 2 പേരുടെയും കൂടാണ് ഈ വിജയം.